പാർട്ടിക്ക് വേണ്ടി പാർട്ടി പറയുന്നത് പോലെ പാർട്ടിയെ വളർത്താൻ പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളിടത്താണ് പാർട്ടി പ്രവർത്തനമാകുന്നത്. അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ആകുന്നിടത്ത് മാത്രമാണ് രാഷ്ട്രീയം ഏറ്റവും ഗംഭീരമായ സുന്ദരമായ ഒരു സ്ഥലങ്ങളിലേക്ക് പോകുന്നുള്ളൂ. ഈ പാർട്ടി പ്രവർത്തനം രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഒരു പൊതുകാര്യം നല്ലതായി ചെയ്തിട്ട് അതിന്റെ പാർട്ടിയാണ് ചെയ്തത് എന്ന് പറയാം. പക്ഷേ വർത്തമാനകാലത്തിൽ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് പാർട്ടി ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ന്യായീകരിക്കൽ മാത്രമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അവൻ നല്ലൊരു പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞാൽ അവൻ നല്ലോണം എന്ത് ചെയ്താലും ന്യായീകരിക്കുന്നവനാണ് എന്നുള്ളതാണ് അർത്ഥം. അത്തരത്തിൽ പാർട്ടി പ്രവർത്തനം നമുക്ക് പാർട്ടി പ്രവർത്തകരുടെ എണ്ണം മറ്റു പല പാർട്ടികളും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഈ ഒരു ബൂത്ത് കമ്മിറ്റി എന്റെ നാട്ടിൽ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കോൺഗ്രസിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലം ഒരു പൊതു ഇടമാണ്, അവിടെ ആർക്കും കടന്നു വരാം. ഞാൻ അവിടെയും പ്രസംഗിച്ചു. അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ 50 വർഷമാണ് ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നത്. പക്ഷെ അതൊരു പാർട്ടി ഗ്രാമമല്ല. നിങ്ങൾ അവിടെ വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ. പക്ഷെ വേറെ പാർട്ടികൾ ഏതെങ്കിലും ഒരു നാട്ടിൽ 50 കൊല്ലം ഭരിച്ചാൽ അതൊരു പാർട്ടി ഗ്രാമമായിരിക്കും. അവിടെയുള്ള ആളുകളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, കല്യാണത്തിൽ, ഒളിച്ചോട്ടത്തിൽ, വീടുകളിലൊക്കെ കൃത്യമായ ഇടപാടുമായി പാർട്ടി പ്രവർത്തകരുണ്ടാവും. പക്ഷെ കോൺഗ്രസ് എത്ര നാൾ ഭരിച്ചാലും ഒരു സ്ഥലത്തെ അങ്ങനെ മാറ്റിയെടുക്കുന്ന സ്വഭാവമില്ലാത്ത ഒരു ആശയ ഗുണം ഇതിനുണ്ട്. ഞാൻ അവിടെയാണ് നിലനിൽക്കുന്നത് എന്നതാണ് എനിക്കെപ്പോഴും വലിയൊരു അഭിമാനമായി തോന്നുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും നമുക്കിടയിൽ ഈ ചർച്ചയെക്കുറിച്ച് റിയാസ് മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം പറയണം, മനുഷ്യരൊരു തീരുമാനം എടുക്കുന്നത് എപ്പോഴും അവന് കിട്ടുന്ന ഡാറ്റാസ് വെച്ചിട്ടാണ്. നിങ്ങളൊരു തീരുമാനം, നിങ്ങൾ വണ്ടി മേടിക്കാൻ തീരുമാനിച്ചാൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നിങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഡാറ്റാസ് അതിന് മൈലേജ് ഉണ്ടോ മറ്റോ